ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ ഒരേ ദിവസം റിലീസാകുക വഴി ഫ്ലാഷ് റിലീസായി മാറിയ ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ഫ്ലാഷ് റിലീസസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് 1988 ഏപ്രിൽ 7 വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത രണ്ട് ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 88 ഏപ്രിൽ 7 മമ്മൂട്ടിയുടെ മനു അങ്കിൾ എന്ന ചിത്രവും മോഹൻലാലിന്റെ ഐത്തം എന്ന ചിത്രവും ആണ് ഫ്ലാഷ് റിലീസസായി തിയേറ്ററുകളിലെത്തിയത്. രണ്ട് ചിത്രങ്ങൾക്കും തരക്കേടില്ലാത്ത ഹൈപ്പ് നേടിയെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 88 ഏപ്രിൽ 7 വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു ഐത്തം. വേണുനാഗവള്ളി സംവിധാനം ചെയ്ത ഈ ചിത്രം തരക്കേടില്ലാത്ത ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. സഹോദരിമാരായ അംബികയും രാധയും ആദ്യമായി നിർമ്മാണം നിർവഹിച്ച മലയാള ചിത്രം എന്ന രീതിയിൽ പ്രശസ്തി നേടിയ ഐത്തം മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. അംബികയും രാധയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, സുകുമാരൻ, സീമ, മുരളി, ഇന്നസെന്റ്, മണിയമ്പിള്ള രാജു, ജഗതി ശ്രീകുമാർ, ജഗദീഷ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ARS പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം സംവിധായകനായ വേണുനാഗവള്ളി തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത്. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ LPR വർമ്മ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഐത്തം എന്നാൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വിഷുവിന് ഒരാഴ്ച മുന്നേ റിലീസ് ചെയ്ത ഐത്തം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. 16 സെന്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം MG രാധാകൃഷ്ണനായിരുന്നു നിർവഹിച്ചിരുന്നത്. 88 ഏപ്രിൽ 7 റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത മനു അങ്കിൾ. 1988 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയെടുത്ത മനു അങ്കിൾ ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. മമ്മൂട്ടി മനു എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ MG സോമൻ, പ്രതാപചന്ദ്രൻ, ലിസി, KPSC സണ്ണി, ത്യാഗരാജൻ, അജിത് ചന്ദ്രൻ, KPSC ലളിത, ബേബി സോണിയ, മാസ്റ്റർ കുര്യച്ചൻ, മാസ്റ്റർ സന്ദീപ്, മാസ്റ്റർ അനൂപ് തുടങ്ങി നിരവധി താരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ജൂബിലി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ഷിബു ചക്രവർത്തി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ മനു അങ്കിൾ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വിഷു സീസണിന്റെ അഡ്വാൻറ്റേജിൽ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് അക്കാലത്ത് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം സാമ്പത്തിക വിജയം കൈവരിച്ചു. മോഹൻലാലും സുരേഷ് ഗോപിയും അതിഥി വേഷങ്ങളിൽ എത്തി എന്നുള്ള പ്രത്യേകതയും മനു അങ്കിളിനുണ്ട്. ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ രണ്ട് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മികവേകി. 15 സെന്ററുകളിൽ റിലീസ് ചെയ്ത മനു അങ്കിൾ പ്രമുഖ കേന്ദ്രങ്ങളിൽ 75 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. 88 ഏപ്രിൽ 7 മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ഫ്ലാഷ് റിലീസുകളിൽ വിജയം കൈവരിച്ചത് മമ്മൂട്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.